വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫേഴ്സ് അല്ലെങ്കിൽ ഒരു വൈൽഡ് ലൈഫ് ട്രെക്കിങ്ങിനൊക്കെ പോകുന്ന ഫോട്ടോഗ്രാഫേഴ്സ് നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ക്യാമറയുടെ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുക എന്നുള്ളത്. സാധാരണയായിട്ട് ഒരു ഫുൾ ഫ്രെയിം ക്യാനൺ 5D Mark IV ഒക്കെയുള്ള ക്യാമറ ഒരു ബാറ്ററി ഫുള്ളി ചാർജ് ചെയ്തത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 700ഓളം ഫോട്ടോസാണ് ഒരു ബാറ്ററിയിൽ എടുക്കാൻ സാധിക്കുക. പെട്ടെന്ന് തന്നെ ബാറ്ററി ക്യാബിനറ്റ് അഴിച്ച് ആ ബാറ്ററി പുതിയത് അവിടെ ഇടണം. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളുള്ള ഒരു സംഭവമാണ് ഈ ബാറ്ററി മാറ്റുക എന്നുള്ളത്. വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിലും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബാറ്ററി തീർന്നു പോകുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ കമ്പനികൾ ഇറക്കിയിട്ടുള്ള ഒരു ആക്സസറിയാണ് ബാറ്ററി ഗ്രിപ്പുകൾ. ഈ ഗ്രിപ്പ് നിങ്ങളുടെ ക്യാമറയുടെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഭാഗം തള്ളിക്കയറ്റി വയ്ക്കുന്ന രീതിയിലാണ്. ആ സമയത്ത് നിങ്ങൾ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൻ്റെ കവറ് അഴിച്ചു മാറ്റണം. ഈ കവറുകൾ മിക്ക ആൾക്കാരും ബാറ്ററി ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അത് എവിടെയും അലമാരിയിലോ എവിടെയും വളരെ സുരക്ഷിതമായി സൂക്ഷിച്ച് വയ്ക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ക്യാമറ റീസെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രിപ്പോട് കൂടി അല്ലെങ്കിൽ ഈ ബാറ്ററിയുടെ കവറ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ബാറ്ററി ക്യാമറയുടെ അടിഭാഗത്ത് ബാറ്ററിയുടെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഭാഗം തള്ളിക്കയറ്റി വെച്ച് അതിൻ്റെ അടിയിൽ സ്ക്രൂ ചെയ്തിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു ആക്സസറിയാണ് ബാറ്ററി ഗ്രിപ്പുകൾ. ഇതിനകത്ത് നിങ്ങൾക്ക് പല ഓപ്ഷൻസ് കിട്ടാറുണ്ട്. സാധാരണയായിട്ട് ഒരു അതായത് ക്യാമറയുടെ അതേ കമ്പനി തന്നെ നിർമ്മിക്കുന്ന ഒരു ബാറ്ററി ഗ്രിപ്പാണെങ്കിൽ അതിനകത്ത് 2 ബാറ്ററികൾ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ക്യാമറയിൽ നിങ്ങൾക്ക് ഒരു ബാറ്ററിയാണ് ഇടാൻ സാധിക്കുക, പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് 2 ബാറ്ററികൾ ഇടാം. അപ്പോൾ ഏകദേശം 700 ഷോട്ട് കിട്ടിയ സ്ഥലത്ത് നിങ്ങൾക്ക് 1400ഓളം ഷോട്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് ബാറ്ററി മാറാതെ എടുക്കാൻ സാധിക്കും. തേർഡ് പാർട്ടി കമ്പനികൾ ആമസോണിലും ഈബേയിലൊക്കെ കിട്ടുന്ന ഇത്തരം ഗ്രിപ്പുകൾക്ക് നിങ്ങൾക്ക് സാധാരണ, അതായത് നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ബാറ്ററി തീർന്നു പോയി കംപ്ലീറ്റ് ചാർജ് ചെയ്യാനൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന AA സൈസ് ബാറ്ററികൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബാറ്ററി കമ്പാർട്ട്മെൻറ്റുമായിട്ട് വരുന്ന തേർഡ് പാർട്ടി ഗ്രിപ്പുകളും ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രിപ്പ് നിങ്ങൾ വാങ്ങിക്കുക. ഗ്രിപ്പ് വാങ്ങിക്കുന്നത് കൊണ്ട് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് ഷൂട്ടിംഗ് ടൈം കൂടുതൽ കിട്ടും. അതായത് വീഡിയോഗ്രാഫേഴ്സിനൊക്കെ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു കണ്ടിന്യൂസ് 1.5 മണിക്കൂർ ഒരു 5D Mark IV ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു ബാറ്ററിയിൽ. ഇത് നിങ്ങൾക്ക് കണ്ടിന്യൂസ് 3 മണിക്കൂർ ബാറ്ററി മാറാതെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈവൻ്റൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫ്ലോ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. രണ്ടാമതൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയുടെ മൊത്തത്തിലുള്ള സൈസ് വലിയതായിട്ട് തോന്നും. ഇതൊരു വലിയ ക്യാമറയാണ് ഇയാൾ ഉപയോഗിക്കുന്നത് എന്ന് കാഴ്ചക്കാരന് തോന്നും. ഇത് നിങ്ങൾക്ക് കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഒരു പരിധിവരെ സഹായിക്കും. മൂന്നാമതൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററി ഗ്രിപ്പിൽ തന്നെ നമുക്ക് ഷട്ടർ റിലീസ് ബട്ടൺ, അഡീഷണൽ ഒരു ബട്ടൺ കൂടി അതിനകത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പം ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റ് മാറി മാറി ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈയുടെ പൊസിഷൻ ഒരേ സ്ഥലത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. നോർമലി നമ്മൾ പോർട്രേറ്റ് മോഡിലേക്ക് ക്യാമറ തിരിക്കുമ്പോൾ വലത് കൈ മുകളിലോട്ട് ഉയർത്തിയിട്ടാണ് പിടിക്കുക. കാരണം ഷട്ടർ റിലീസ് ബട്ടൺ ആ സമയത്തേക്ക് പോർട്രേറ്റ് മോഡിൽ മുകളിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ വലത് കൈ മുകളിലോട്ട് ഉയർത്തി പിടിച്ചിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. പക്ഷേ നിങ്ങളൊരു ബാറ്ററി ഗ്രിപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പോർട്രേറ്റ് മോഡിലാണ് നിങ്ങൾ ക്യാമറ ഉപയോഗിക്കുന്നത് എങ്കിൽ കൂടി ബാറ്ററി ഗ്രിപ്പിൻ്റെ ഒരു സൈഡിൽ ഇതേ ഷട്ടർ റിലീസ് ബട്ടൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് പ്രസ് ചെയ്തിട്ട് കൈ ഉയർത്താതെ തന്നെ നോർമലി പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് മോഡിൽ ഷൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ പോർട്രേറ്റ് മോഡിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. ബാറ്ററി ഗ്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു സ്ക്വയർ ആയിട്ടുള്ള രൂപത്തിലാണ് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വളരെ വലിപ്പം കൂടിയ ഒരു ക്യാമറയാണ് ഈ ഫോട്ടോഗ്രാഫർ ഉപയോഗിക്കുന്നത് എന്ന് കാഴ്ചക്കാരനെ തോന്നിപ്പിക്കാനും അതുപോലെ മറ്റ് ഷൂട്ടിങ്ങിൽ നിങ്ങളെ സഹായിക്കാനും ഒക്കെ ആയിട്ട് ഈ ഗ്രിപ്പ് നിങ്ങളെ സഹായിക്കും. അപ്പം സാമ്പത്തികമായി ഒരു സാധിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ബാറ്ററി ഗ്രിപ്പ് നിങ്ങളുടെ ക്യാമറയിൽ ഘടിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് തന്നെ എടുക്കാം. അതുപോലെ നിങ്ങളുടെ ഷൂട്ടിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഘടകമായിട്ടും അതെടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം.